Good evening, ma'am. Good evening, all. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് പ്രയർ ആരായിരുന്നു പറഞ്ഞു? ഞാനാണ്. ഓക്കെ, റെഡി അല്ലേ? Yes, ma'am. Dear God, can be with us today. Fill our heart with joy. Fill our minds with learning. Fill our classroom with peace. Fill our lesson with fun. Fill our school with love. Thank you. ആരായിരിക്കും പ്രയർ നാളെ? ആൽഫ. ഓക്കെ, നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ടൈം ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ടൈറ്റ് ഒന്നും അല്ലല്ലോ, കൂടുതൽ ആണോ? കൂടുതൽ വരുന്നുണ്ടോ? കൂടുതലൊന്നുമല്ല മാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കും, കുട്ടികൾക്ക് എങ്ങനെ ഹൗ വി ക്യാൻ മേക്ക് ദം ബിക്കം ഹെൽത്തി, എങ്ങനെ അവരുടെ ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. നമുക്കൊന്ന് കുറേ വർഷങ്ങൾ പുറകിലേക്ക് പോകും. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് ഹെൽത്ത്, ഗുഡ് ഹാബിറ്റ്സ്, അതൊന്ന് റീകളക്ട് ചെയ്യാമോ? നമ്മളുടെ ഒരു ആക്ടിവിറ്റി അതാണ്. അത് റീകളക്ട് ചെയ്ത് നോട്ട് ചെയ്യണം. എത്ര ടൈം വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്തു. ക്ലിയർ ആയോ? അത് ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതാനാണോ മാം? പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓർത്ത് എന്താണോ റീകളക്ട് ചെയ്യുക. കാരണം നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് എന്താണോ അവര് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, അബൌട്ട് ഹാബിറ്റ്സ്, അബൌട്ട് ടു ബിക്കം ഹെൽത്തി. ഓക്കെ, ക്ലിയർ ആയോ? എത്ര ദിവസം വേണം? നെക്സ്റ്റ് വെൻസ്ഡേ. ഇപ്പൊ റീകളക്ട് ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാമോ? കാരണം അപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും എന്താണ് ആക്ടിവിറ്റി എന്ന്. ആര് പറഞ്ഞു തന്നു? പാരന്റ്സ് ആണെങ്കിൽ അങ്ങനെ, ടീച്ചേഴ്സ് പറഞ്ഞു തന്ന ചില കാര്യങ്ങള്, അല്ലെങ്കിൽ പീർ ഗ്രൂപ്പിൽ നിന്ന്, നമ്മളുടെ അതേ ഏജിൽ നിന്ന് ചില കുട്ടികൾ ഭയങ്കര മെച്യൂർ ആയിട്ട് പറയും. അങ്ങനെ ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാമോ? അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും അതൊന്ന് ക്ലിയർ ആവും ആക്ടിവിറ്റി എന്താന്ന്. നമുക്ക് ഓർമ്മയുള്ളപ്പോ ഇപ്പൊ LKG UKG ഒക്കെ പോകുമ്പോ നമുക്ക് അത്രയും ഇത് വരില്ല, നമുക്ക് അത്രയും ഓർമ്മ ഉണ്ടാവില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പോകുമ്പോ നമ്മളോട് തുടക്കത്തിലേ പറയും നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ക്ലീൻ ഡ്രസ്സിൽ വരണം, കൈ എപ്പോഴും കഴുകണം, ഭക്ഷണത്തിന് മുന്നിന് ശേഷം കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഷെയർ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിക്കണം, ഷെയറിങ് ഇത് വേണം. പിന്നെ വെള്ളം കുടിക്കണം. പിന്നെ ഭക്ഷണം ബാക്കി വെക്കരുതെന്ന് പറയും. അന്നൊക്കെ ടീച്ചർമാര് കൂടെ ഇരുത്തി കഴിപ്പിക്കും. ഭക്ഷണം നമുക്ക് കളയാൻ സമ്മതിക്കില്ല. ഓരോ കുട്ടികളുടെയും കൂടെ ഒരു ഇരുത്തി കഴിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോ. പിന്നെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ഭാവന. പണ്ട് ഒക്കെ ആണെങ്കിലും കുഞ്ഞിലെ തൊട്ട് രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യണമെന്ന് അച്ഛനെപ്പോഴും പറയായിരുന്നു. ആ ശീലം ഇപ്പോഴും ഈ ഏജ് ആയപ്പോഴും എന്നും മുടക്കാതെ രാവിലെ വൈകിട്ടും ബ്രഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ശീലമുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറാനും, സ്കൂളിലാണെങ്കിലും പേരൻസിന് ആണെങ്കിലും നല്ലതായിട്ട് പെരുമാറാൻ പറഞ്ഞു കൊടുക്കും.
രണ്ടു നേരവും കുളിക്കാനായിട്ട് സ്കൂൾ വിട്ട് വന്നാലും കുളിക്കാനൊക്കെ ആയിട്ട് പറയാറുണ്ടായിരുന്നു. കുട്ടികൾ കുടിപ്പിക്കാൻ അത് നമ്മൾ കുട്ടികളെ കുടിപ്പിക്കണം. നല്ല തിളപ്പിച്ചാറിയ വെള്ളം, നല്ല ശുദ്ധമുള്ള വെള്ളം കുടിപ്പിക്കണം. പിന്നെ നല്ല ഫുഡ്, ഹെൽത്തി ആയ ഫുഡ്, മുട്ട, എഗ്ഗ്, മിൽക്ക് അങ്ങനെയൊക്കെ അടങ്ങിയ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കാൻ കുട്ടികൾ നിർബന്ധിക്കണം. വേറെ ആരോ രേഷ്മ എന്തോ പറയണ്ടേ? അല്ല, രാവിലെ തന്നെ എനിക്ക് തിരിച്ചിട്ട് എണീക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്നു റൈറ്റ് സൈഡിൽ. പിന്നെ ഇലക്കറികൾ, ചീരയൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യാൻ പറ്റും കണ്ണ്. കാരണം ആ ടൈമിൽ നമ്മൾ കൂടുതൽ ബുക്സ് ഒക്കെ പഠിക്കുകയാണ്, അപ്പൊ കണ്ണിന് സ്ട്രെയിൻ ചെയ്യും. അപ്പൊ പാലും അങ്ങനെ ഇലക്കറികളൊക്കെ നിറയെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ചൊരു മെച്യൂരിറ്റി, നമ്മൾ പീരീഡ്സ് ആവുമല്ലോ ഫസ്റ്റ് ടൈം, അപ്പോഴൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം അപ്പോഴും നന്നായിട്ട് ഹെൽത്തി ആയി, എപ്പോഴും ഹെൽത്തി ആയി വെക്കണം. ആ ടൈമിൽ ഒന്നും കൂടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വെക്കണം. പിന്നെ കൂടുതൽ വെയിറ്റ് തൂക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനാണ് അപ്പോഴും ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ആക്ടിവിറ്റി എന്താന്ന് മനസ്സിലായി അല്ലേ? നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്, നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് ഹെൽത്തി ഹാബിറ്റ്സ്, അതുപോലെ ഗുഡ് ഹാബിറ്റ്സ്, ഗുഡ് മാനേഴ്സ് എല്ലാം വരാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ? റിജു, അതൊന്ന് PDF ഒന്ന് ഷെയർ ചെയ്യാമോ? റിജു അത് ഷെയർ ചെയ്യുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്നത്തേക്ക് ഉണ്ടായിരുന്ന ആക്ടിവിറ്റി നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇന്ന് ചെയ്തിട്ടില്ല മാം. ആണ്. ചെയ്തു. ഇന്ന് അബാക്കസിന്റെ ട്രെയിനിങ് ക്ലാസ് ആയിരുന്നു, അപ്പൊ അതിന് പോയേക്കുമായിരുന്നു, അപ്പൊ ചെയ്യാൻ സമയം കിട്ടിയില്ല. നെക്സ്റ്റ് വീക്കിലേക്ക് വെക്കരുത്, ഈ വീക്ക് സൺഡേയോട് കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യണേ. നാളെ ചെയ്യും. സാറ്റർഡേ സൺഡേ ഭയങ്കര ബിസിയാ. ഓക്കെ, ഭാവന എന്താ പറഞ്ഞത്? അതെന്താ ആക്ടിവിറ്റി ഒന്നും പറയാം. ഇന്നലെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയ കാരണം കയറാൻ പറ്റില്ല. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ആ 10 ഇൻഡിവിജ്വൽസ് അത് ഇന്നായിരുന്നോ അതോ നാളെയാണോ? ഇന്നാ പറഞ്ഞു. ഓക്കെ ഭാവന, അതായിരുന്നു 10 പേരോട് വാട്ട് ഈസ് ഹെൽത്ത്, വാട്ട് ഓൾ സ്റ്റെപ്സ് ദേ ആർ ടേക്കിംഗ് ഫോർ ടു ബിക്കം ഹെൽത്തി. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതുക, സ്റ്റെപ്സ്, ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ്. അതായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ നാളെ തന്നെ അത് PDF ഫയലായിട്ട് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഷെയർ ചെയ്തേക്കാം കേട്ടോ, നാളെ തന്നെ. പിന്നെ അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയും കാണാം, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയും കാണാം അല്ലെ? ഭയങ്കര ലോ ആയിട്ട്. ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ കൂടിയും അവര് പല കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്, അങ്ങനെ പ്രോപ്പർ ആയിട്ട് മെഡിസിൻ ഒക്കെ കഴിച്ച് അവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന കാണും. അപ്പോ നമുക്ക് ചുറ്റും കാണാം സം പീപ്പിൾ റിമൈൻ ഹെൽത്തി, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. സം ഹാവ് ബീൻ ഇൽ, എപ്പോഴും അസുഖമുള്ള കുറെ ആളുകൾ കാണാം. ഈ 2 കാറ്റഗറി ആയിട്ട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഹെൽത്തി ആയിരിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈല്, അങ്ങനെ നിങ്ങൾ ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ചുറ്റും സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുമായിട്ടൊന്ന് കാഷ്വൽ ടോക്ക് നടത്തും. അതൊരു ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തോളൂ. അതിന് ഞാൻ ടൈം തരാം, കാരണം നമുക്ക് നാളെ ഓടിപ്പോയി അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാഷ്വലി നമുക്ക് പരിചയമുള്ള ഈ 2 ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടെങ്കിൽ കാഷ്വലി അവരോട് സംസാരിക്കാം. അവരോട് ഇങ്ങനെ ഹെൽത്തി ആയിരിക്കുന്നതിന്റെ സീക്രട്സ് ചോദിക്കാം. എപ്പോഴും ഭയങ്കര യങ് ആയിട്ട്, മീൻസ് ലുക്കിലെ യങ് അല്ല, അവരുടെ ആക്ടിവിറ്റീസ് ഭയങ്കര ആക്റ്റീവായി നടക്കുന്ന കുറെ മനുഷ്യരുണ്ടാവുമല്ലോ. അതുകൂടാതെ എപ്പോഴും അസുഖം, ആ ഒരു ഇതില 2 കാറ്റഗറിയിലുള്ള ആൾക്കാരെ കാണാം. അപ്പൊ നിങ്ങൾ അതിന് സമയം എടുത്തോളൂ. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇന്റർവ്യൂ ചെയ്യണ പോലെയോ സർവേക്ക് പോകുന്ന പോലെ അവരോട് സംസാരിക്കാതെ കാര്യം ചോദിച്ചോട്ടെ? ഈ ഹെൽത്തി ആയവരോടും അൺഹെൽത്തി ആയവരോടുമാണ് നമ്മൾ ചോദിക്കണ്ടേ? അത് രണ്ടും രണ്ടായിട്ടാണ് ചോദിക്കണ്ടേ?
ഹലോ രണ്ടായിട്ട്. അതായത് നമ്മൾ സറൗണ്ടിങ്സിൽ നമുക്ക് കാണാമല്ലോ ഇങ്ങനെയുള്ള വ്യക്തികളെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് അങ്ങനെ ഓടി നടക്കുന്ന എനർജറ്റിക് ആയി നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. മറ്റവര് ഭയങ്കര ടയേർഡ്, എപ്പോഴും അവർക്ക് ഇൽനെസ് ആയിരിക്കും അവരുടെ ഒരു സ്റ്റേറ്റ്. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരെ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു കാഷ്വൽ ടോക്ക്, എന്നിട്ട് എന്താണോ അവരോട് സംസാരിക്കുമ്പോൾ അതിപ്പോ ഒറ്റ ദിവസം തന്നെ ചെയ്യണമെന്നില്ല, കാരണം ഓടിപ്പോയി അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് സമയമെടുത്ത് അത് ചെയ്ത് നമ്മളുടെ ഈ യൂണിറ്റ്, അതായത് ഇപ്പൊ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ മോഡ്യൂൾ 1 പാർട്ട് 1 ആ സെക്കൻഡ് യൂണിറ്റ് തീരുമ്പോഴേക്കും ചെയ്താൽ മതി. ഇനി നമുക്ക് പതുക്കെ പതുക്കെ അവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്തൊരു ബന്ധം അങ്ങ് സ്ഥാപിച്ച് അങ്ങനെ അവരോട് കാര്യങ്ങൾ കാഷ്വലി സംസാരിച്ചെടുക്കും. ഓക്കെ, നസീം എന്തെങ്കിലും ചോദിച്ചായിരുന്നു? ഒന്നുകൂടെ പറയാമോ എന്നാണോ ചോദിച്ചേ? അതെ മാം, ഒന്നുകൂടെ പറയാതെ അപ്പൊ ക്ലിയർ ആയിപ്പോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ട് എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങളുടെ ആൻസേഴ്സ് മീൻസ് നിങ്ങൾ ആ കാഷ്വലി ഉള്ള ടോക്ക് എന്തായിരുന്നു എന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം അതെന്താണ് രണ്ടുപേരിലും ഉണ്ടാകുന്ന, രണ്ട് പേരെ നമ്മൾ രണ്ട് കോളമിൽ എഴുതുവാണെങ്കിൽ, ഹെൽത്തി പീപ്പിൾ, ഇൽ പീപ്പിളിന് രണ്ട് കോളം ആക്കി എഴുതുവാണെങ്കിൽ രണ്ട് പേരുടെ ഹാബിറ്റ്സ് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ, ഈറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ആക്ടിവിറ്റി. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടി കാണും എന്തൊക്കെ അവരുടെ അറിയണം എന്നുള്ളത്. ഓക്കെ, രണ്ടുപേരിലും ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ സ്ലീപ്പിംഗ് ആക്ടിവിറ്റി, അവരുടെ ഫിസിക്കൽ എക്സസൈസ് ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതാണ് ഒരു ക്ലൂ എന്ന് പറയുന്നത്. ചിലര് ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ്സ് വേറെ ആയിരിക്കും, ചിലര് മറ്റേ ഇൽ ആയിട്ടുള്ളവർ ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ്സ് വേറെ ആയിരിക്കും. ഓക്കെ, മാം ആദ്യം പറഞ്ഞ ആക്ടിവിറ്റീസ് ഇല്ലേ, ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് തന്ന എന്തൊക്കെയാന്നുള്ളത്, അത് എപ്പോഴത്തേക്കാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ആഴ്ച ആയിക്കോളൂ, അല്ലെങ്കിൽ മൺഡേ മതി. മൺഡേ ഫ്രൈഡേ ചെയ്യാ മതിയാവോ? ഫ്രൈഡേ നാളെയാണ് ഉദ്ദേശിച്ചത്? നാളെ അല്ല ഫ്രൈഡേ അല്ല അല്ല അടുത്ത വീക്ക്. ഓക്കെ, താങ്ക് യു. മാം, ഇതിന്റെ മുമ്പ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേട്ടില്ല കേട്ടോ, ഒന്നിച്ച് വെച്ചാൽ മതി. ഇതിന് മുമ്പ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ വേറെ ആക്ടിവിറ്റീസ് ഇതല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടില്ല. പറയാം. അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുഴുവനും ഒരു കുട്ടിക്ക് എങ്ങനെ ടു ബിക്കം ഹെൽത്തി, ഒരു കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞോണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഒരു കുട്ടിയെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഹൗ ടു ബിക്കം ഹെൽത്തി എന്നുള്ള കാര്യങ്ങളായിരുന്നു. അത് നമ്മള് കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് അതുപോലെ പലരിൽ നിന്നും ഈ സെയിം ഇൻസ്ട്രക്ഷൻസും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മളുടെ പാരന്റ്സ്, നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ്, നമ്മുടെ പിയർ ഗ്രൂപ്പ് ഫ്രണ്ട്സ്, അതുപോലെ നമുക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അങ്ങനെ ആരെ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന്, നമ്മൾ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കയ്യിൽ, അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഹെൽത്തി ആയിട്ടിരിക്കാൻ. അത് റീകളക്ട് ചെയ്ത് നോട്ട് ചെയ്യാനായിരുന്നു ഫസ്റ്റ് പറഞ്ഞ ആക്ടിവിറ്റി. രണ്ടാമത് പറഞ്ഞ ആക്ടിവിറ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരാളും ഇല്ലായിട്ടുള്ള ഒരാളും അവരുടെ ലൈഫ് സ്റ്റൈല് മനസ്സിലാക്കി കാഷ്വലി അവരോട് സംസാരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈല് മനസ്സിലാക്കി അത് നോട്ട് ചെയ്യുക. അത് കമ്പയർ ചെയ്ത് രണ്ട് ടേബിളിലായിട്ട്, രണ്ട് കോളമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിനുള്ള പ്രോംപ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്, ഫുഡ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ആക്ടിവിറ്റി, എക്സസൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഹെൽത്ത് ഹാബിറ്റ്സ്. ചില ആളുകൾ ഭയങ്കരമായിട്ട് ഹൈജീൻ, അവർക്ക് അസുഖങ്ങൾ അങ്ങനെ അവരെ അഫക്ട് ചെയ്യില്ല. അതേസമയം ഹൈജീൻ അല്ലാത്തവരെയാണ് എപ്പോഴും അസുഖങ്ങൾ, ഡിസീസ് വരുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ ചില ഫാക്ടേഴ്സും നമ്മളുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടില്ലേ വിഷൻ, യെസ് ജസ്ന?
എന്തെങ്കിലും പറയാൻ പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ വരില്ല. ആ പോയിന്റ് ആയിരുന്നു ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഒരു പോയിന്റ് ആയിരുന്നു ഹെറിഡിറ്റി അല്ലെ. ഹെറിഡിറ്റി എന്ന് പറയുന്നത് നൗൺ ആണ്. അതിന്റെ അഡ്ജക്റ്റീവ് ആണ് ഹെറിഡിറ്ററി. HEREDITY. ഹെറിഡിറ്റി ആ വേർഡ് നൗൺ ആണ്. അതിന്റെ അഡ്ജക്റ്റീവ്, ഈ നൗൺ അഡ്ജക്റ്റീവ് പ്രോനൗൺസ് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വരും. അത് ഈ വേർഡ് ആക്ടിവിറ്റി ഒന്ന് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മളുടെ ഇപ്പൊ H വരെ എത്തിയോ? HIO എവിടം വരെ നമ്മളിപ്പോ പറഞ്ഞേ? M വരെ. യെസ്, കറക്റ്റ്. M വരെ. Z വരെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ വാട്ട് ഈസ് നൗൺ, വാട്ട് ഈസ് പ്രോനൗൺ, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ് അതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ പിക്ചർ കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യാൻ പാടില്ലേ? ഏതിന്റെയാണ് ഇപ്പൊ പറഞ്ഞ ആക്ടിവിറ്റി ആണോ? യെസ്, പിക്ചർ കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യാം. പിക്ചർ സേസ് എ ലോട്ട് എന്നാ പറയുന്നത്. നമ്മളൊരു പാരഗ്രാഫ് എഴുതുന്ന, ഒരു എസ്സേ എഴുതുന്നതിന് പകരം ഒരൊറ്റ പിക്ചർ മതി കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ ഹെറിഡിറ്റി ഒരു ഫാക്ടറാണ്, ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹെറിഡിറ്റി. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്നവർ ഭയങ്കര പ്ലീസിങ് ആയിരിക്കും അല്ലെ. അവരുടെ ഹെൽത്തും അതുപോലെ തന്നെയായിരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈവൻ സ്റ്റഡീസ് ഒക്കെ ഇപ്പൊ പറയുന്നുണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ക്യൂർ ആവുന്നു. നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഡിസീസിന്റെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ക്യൂർ ആകും. കുറച്ചുകൂടെ ലൈഫിന്റെ ക്വാളിറ്റി കൂടുന്നാണ് പറയുന്നത്. സോ മെന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വിൽ പവർ. ചില ആളുകൾ കണ്ടില്ലേ, അസുഖത്തെയും കീഴടക്കി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ വിൽ പവർ കൊണ്ടും മെന്റൽ ആറ്റിറ്റ്യൂഡ് അതൊരു ഹെൽത്തിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫസ്റ്റ് വൺ ഹെറിഡിറ്റി പറഞ്ഞു. നെക്സ്റ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ വിൽ പവർ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എല്ലാം വരും. പിന്നെ ഒരെണ്ണം എൻവിയോൺമെന്റ് ആണ്. എൻവിയോൺമെന്റ് ഒരു നല്ലൊരു ഫാക്ടർ തന്നെയാണ്. നമ്മള് എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു സറൗണ്ടിങ്സ് അതെല്ലാം വരും. അത് ഇന്റേണൽ എൻവിയോൺമെന്റും ഉണ്ട്. ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഡ്രസ്സ്, അതിന്റെ ക്ലീൻനെസ്. എന്തേലും പറഞ്ഞു. പിന്നെ നമ്മൾ വീട് ക്ലീൻ ആക്കി വെക്കുന്നത്, നമ്മളുടെ സ്കൂളിന്റെ സറൗണ്ടിങ്സിന്റെ ക്ലീൻനെസ്, ഇതെല്ലാം നമ്മളുടെ ഇന്റേണൽ എൻവിയോൺമെന്റിൽ വരും. നമ്മൾ ജീവിക്കുന്ന ലൊക്കാലിറ്റി, അവിടുത്തെ സ്ട്രീറ്റ്സ്, അവിടെ പിന്നെ നമ്മളുടെ വീട്ടിലെ വെന്റിലേഷൻ, സ്കൂളിലെ വെന്റിലേഷൻ, നമ്മൾക്ക് കിട്ടുന്ന വാട്ടർ സോഴ്സ്, അത് എത്രത്തോളം പ്യുവർ ആയിട്ടുള്ള വാട്ടർ സോഴ്സ് ആണോ അത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഡയറ്റ്, അത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ എൻവിയോൺമെന്റിൽ വരും. പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ്, നമ്മുടെ ട്രഡീഷൻസ്, അതെല്ലാം നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറെ സൂപ്പർസ്റ്റിഷ്യൻസിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ചില ബിലീഫുകളൊക്കെ ഭയങ്കര ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരെയെല്ലാം വളരെ ഇതായിട്ട് ഹെൽത്ത് ബാധിക്കും. അതിനൊരു എക്സാമ്പിൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അങ്ങനെ കൂടുതൽ കാണുന്നില്ല, എന്നാലും നമുക്കറിയാം ചില സ്ഥലങ്ങളില് വളരെ യങ് ആയിരിക്കും, മീൻസ് ടീനേജിലേക്ക് കടക്കുമ്പോൾ തന്നെ പെൺകുട്ടികളെ മാരേജ് അയക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും മാരീഡ് ലൈഫിനെ കുറിച്ച് നല്ല രീതിയിൽ അവർക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ചില അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേഴ്സണൽ ഹാബിറ്റ്സ്, ഓരോ ഇൻഡിവിജ്വലിനെ എടുക്കുവാണെങ്കിലും ഓരോരുത്തർക്കും ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ഹാബിറ്റ്സ് ഉണ്ടാകും. അതും ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വൺ ഹെറിഡിറ്റി പറഞ്ഞു. പിന്നെ നമ്മളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ വിൽ പവറും. പിന്നെ എൻവിയോൺമെന്റ്, നമ്മൾ ഏതൊക്കെ സറൗണ്ടിങ്സിലൂടെയാണ് നമ്മളുടെ ലൈഫ് മൂവ് ചെയ്യുന്നത്, അതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചർ, ട്രഡീഷൻ, അതെല്ലാം വരും. പിന്നെ പേഴ്സണൽ ഹാബിറ്റ്സ്. ഓക്കെ, നമ്മളുടെ ഇതിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. അതില് കുറെ പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയിരുന്നു. ഈ നെക്സ്റ്റ് ഇൻസൈഡ് ദ സ്കൂൾ, അതാണ് നമ്മളുടെ PDF കാണുന്നത്.
അപ്പൊ അതാരാ ഒന്ന് വായിക്കാം? ഇൻസൈഡ് ദ സ്കൂൾ. അയക്കാം മാം. ഓക്കെ മനീജ വായിച്ചു. A school have to arrange activities in following areas and in manners given below. First point, the school should be given situated in a place with a healthy atmosphere. നാല് പോയിന്റ്സ് ഉണ്ട്, നാലും വായിച്ചു. Okay. Regular health inspections and maintenance of health records of students. The help of local authorities may also be utilized to form health programs in a school. Provide first aid for the essential. It should be taken care of that students are getting clean and healthy food and drinks which are more natural. ഓക്കെ, അപ്പൊ ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിനകത്ത് എന്തെല്ലാം അറേഞ്ച് ചെയ്യണം, എന്തെല്ലാം ആക്ടിവിറ്റീസ് നടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതെല്ലാം ഡൊമൈനില്, ഏതെല്ലാം ഏരിയയില്, ഏതെല്ലാം ലെവലില് സ്കൂളിനകത്ത് ഈ കാര്യങ്ങൾ ഹെൽത്തി എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ദ സ്കൂൾ ഷുഡ് ബി ഗിവൺ സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് ഹെൽത്തി അറ്റ്മോസ്ഫിയർ. സ്കൂളിന്റെ പരിസരം വളരെ വൃത്തിയാണ്, ശുചിയാണ്. അറ്റ്മോസ്ഫിയർ തന്നെ ഹെൽത്തി ആയിരിക്കണം, നല്ല ഹെൽത്തി ആയിരിക്കണം. സ്കൂള് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അത് വളരെ ഹെൽത്തി ആയിരിക്കണം എന്നല്ലേ? അതായത് പലപ്പോഴും ഒരു സ്കൂളിന് ഒരു അഫിലിയേഷൻ അല്ലെങ്കിൽ അംഗീകാരം, ഒരു സ്കൂൾ തുടങ്ങാൻ ഏത് യെസ് ശരണ്യ എന്തെങ്കിലും പറയാനാണോ? സ്കൂള് സിറ്റുവേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ഒരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഫസ്റ്റ് വൺ അതാണ്. സ്കൂൾ ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ ഹെൽത്തി അറ്റ്മോസ്ഫിയർ. ഓക്കെ, സിക്ക സെക്കൻഡ് പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്കൂളിൽ ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകുക, അതിനാവശ്യമായ സഹായങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങളും സഹായവും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശകരുടെ സഹായത്താൽ നിർദ്ദേശിക്കുക. If you are confident, you can explain it in simple English. Okay? Yeah. Local authorities means through local authorities. ചിലപ്പോൾ ആ സ്കൂൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് പഞ്ചായത്തിലായിരിക്കും, ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിലായിരിക്കും, ചിലപ്പോൾ കോർപ്പറേഷനിലായിരിക്കും. അപ്പൊ ത്രൂ ദാറ്റ് ലോക്കൽ അതോറിറ്റീസ് നല്ല ഹെൽത്ത് പ്രോഗ്രാംസ് സ്കൂളില് പ്രൊമോട്ട് ചെയ്യാം. ത്രൂ ലോക്കൽ അതോറിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സം ഹെൽത്ത് പ്രോഗ്രാംസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ ദാറ്റ് സ്കൂൾ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ വേണം വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കറക്റ്റ് അതിന്റെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് പോകാതെ സിമ്പിൾ ഇംഗ്ലീഷിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷിന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് സിക്ക. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആയല്ലോ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ അതോറിറ്റീസ് സം ഹെൽത്ത് പ്രോഗ്രാംസ് ക്യാൻ ബി കണ്ടക്റ്റഡ് in the school. The local authorities can be given permission to the health department. Health department in our promoting, health department node direct team, local authorities. For a school, a health related a program conduct ചെയ്യണം. ആ സ്കൂൾ ഏത് ലോക്കൽ അതോറിറ്റിയുടെ അണ്ടറിലാണോ നോക്കും. പഞ്ചായത്ത് ആണെങ്കിൽ നേരെ പഞ്ചായത്തിൽ പോയി പറയുമ്പോൾ ത്രൂ ദാറ്റ് ലോക്കൽ അതോറിറ്റി they will inform health department. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. അവിടെ നിന്ന് ഒഫീഷ്യൽസോ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നല്ലൊരു പ്രോഗ്രാം തന്നെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ചില സമയത്ത് നമുക്കറിയില്ല, സ്കൂളുകളിൽ ചിലപ്പോൾ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഓരോ പ്രായത്തിൽ ഓരോ വാക്സിനേഷൻ കൊടുക്കുമല്ലോ, അങ്ങനെ ഓരോ ബൂസ്റ്റർ ഡോസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ട ആ ഇൻജെക്ഷൻസ് ഒക്കെ ചിലപ്പോൾ സ്കൂൾ വഴിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു മന്തിലെ റെക്കോർഡ് എടുക്കുവാണെങ്കിൽ ആ മന്തിൽ ആ കുട്ടിക്ക് ഏതെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ അത് മാർക്ക് ചെയ്യാം. പിന്നെ കുട്ടിയുടെ വെയിറ്റ് മാർക്ക് ചെയ്യാം, ഹൈറ്റ് മാർക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് പോയിന്റ്, അത് ഒറ്റ സെന്റൻസേ ഉള്ളൂ, അത് ആർക്കെങ്കിലും ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും.
ഞാൻ First aid must be സ്കൂളുകളിൽ provided in every schools. okay, first aid should be provided in the school. What all things are necessary in a first aid box? ഒരു first aid boxൽ എന്തെല്ലാം വേണം? Immediate ആയിട്ട് bandage, yes, scissors, medicines, scissors, cotton, bandage, water. നിങ്ങളെല്ലാം അവെയർ ആണ് അതിനെ കുറിച്ച്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്. It should be taken care of that students are getting clean and healthy food and drinks which are more natural. Explain. Taken care of students getting clean ആയിരിക്കണം, ഡ്രസ് ആണെങ്കിലും ഹെൽത്തി ഫുഡ് ആയിരിക്കണം, എല്ലാം നാച്ചുറൽ ആയിരിക്കണം, നാച്ചുറൽ ഫുഡ് അങ്ങനെ. Okay, we can see that we should make sure that all the students are getting clean water, clean food, healthy food. Okay, so നമുക്കറിയാം നമ്മളുടെ ഗവൺമെന്റ് സ്കൂളുകളിലും അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ? കുട്ടികളുടെ ഗ്രോത്തിന് എന്തെല്ലാമാണോ ആവശ്യം, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, അങ്ങനെ ആവശ്യം ആ രീതിയിലുള്ള നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. 8ാം ക്ലാസ് വരെയും 7ാം ക്ലാസ് വരെയും നോൺ മീൽസ്. പക്ഷെ ചില സ്കൂളുകള് അവർ എഫേർട്ട് എടുത്തിട്ട് അത് 10th വരെയും കൊടുക്കുന്ന രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ചില സ്കൂളുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് 10th വരെയും മാത്രമല്ല, അവിടെ +1 +2 ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടി വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ ചില സ്കൂളുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കൂൾ അതോറിറ്റീസ് ഓൾസോ ദ കിഡ്സ് ആർ ഗെറ്റിംഗ് good, clean, healthy food and water. ജങ്ക് ഫുഡ്സ് അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, നമ്മൾ ഇൻസൈഡ് ദ സ്കൂൾ ആയിരുന്നു എല്ലാം പറഞ്ഞത്. ഔട്ട്സൈഡ് ദ സ്കൂൾ ഫസ്റ്റ് പോയിന്റ് ആര് വായിക്കും? ഒരു മിനിറ്റ്. ലിൻഡ പറഞ്ഞു, പിന്നെ മനു അശോക് എന്നുള്ളത് ആരായിരുന്നു? മോനിഷ. ഓക്കെ, മോനിഷ പറഞ്ഞു. വേറെ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ വായിക്കാം. രമ്യ, ആരിഫ. ഓക്കെ, നമുക്ക് എത്ര പോയിന്റ്സ് ഉണ്ട്? 1 2 3 4 5. ഓക്കെ, 5 പോയിന്റ്സ് ആണ്. അപ്പൊ 5 പേർക്ക് ചാൻസ്. ഒരാള് പോയിന്റ് വായിക്കുവാണെങ്കിൽ അതും വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആകുമ്പോ 10 പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് ആരാ വായിക്കുക? ഞാൻ വായിക്കാം. നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്താം. ഫസ്റ്റ് പോയിന്റ് ആര് വായിക്കും, അതാര് എക്സ്പ്ലെയിൻ ചെയ്യും? അതൊന്നായിരിക്കും. ഞാൻ വായിക്കാം. ലിൻഡ വായിക്കും. എക്സ്പ്ലനേഷൻ മനീഷ എന്നല്ലേ പറഞ്ഞേ? മോനിഷ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ലിൻഡ, എക്സ്പ്ലനേഷൻ മോനിഷ. Standard of living. If the standard of living of the society of high, the health and hygiene of the people can be untouched, it should be the corporation of the society and the government to raise the standard of living of the people. ഓക്കെ, മനീഷ അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വേർഡ് മീനിങ്? ഇല്ല മാം, പറഞ്ഞു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് നമ്മൾ ജനത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത് ഉയർന്നതാണെന്നുണ്ടെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിരിക്കണം, ഹൈജീനിക്കും ആയിരിക്കണം എന്നാണ് പറയുന്നത്. The person should be the untouched, it should be the corporation of the society and the government to raise the standard of living to people. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായത് നമ്മുടെ സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഒരു കോർപ്പറേഷൻ സർക്കാരിന്റെയും ഒരു എന്താ പറയാ സഹകരണം ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉണ്ടായിരിക്കണം എന്ന്, അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എവറിബഡി ഹാസ് എ സ്റ്റാൻഡ് ഓഫ് ലിവിങ് അല്ലെ? ഏതൊരു സൊസൈറ്റി ആണെങ്കിലും അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. നമുക്കറിയാം ട്രൈബ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അവർക്ക് ഭയങ്കര ചിട്ടകളൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്.
പല പല റേസിൽ പെട്ടവർക്ക് ഞാൻ ഓൾ വേൾഡിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മളുടെ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ മാത്രമല്ല. ചില ലൈക്ക് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ചില ഗ്രൂപ്പ് അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അവര് അനിമൽസിനെ ഹാം ചെയ്യാത്ത ചില ഗ്രൂപ്പുകളുണ്ട്. അവരെ സംബന്ധിച്ച് മെയിൽ ഫീമെയിൽ, അതായത് മെൻ വുമൻ രണ്ട് കാറ്റഗറി അല്ല. നമ്മൾ പറയുന്നത് എന്താ, സ്ത്രീ പുരുഷൻ. അതാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ അവരെയും കൂടെ ആക്സെപ്റ്റ് ചെയ്ത് സൊസൈറ്റി വരുന്നത്. അതേസമയം സൗത്ത് ആഫ്രിക്കയിലുള്ളവർ പറയുന്ന 5 കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടെന്നാ പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് 5 കാറ്റഗറി ഉണ്ട്. നമ്മള് 2 കാറ്റഗറി എന്ന് കുറെ കാലങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളിപ്പോ 2 അല്ല 3 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളുടെ നാട്ടിൽ ആ സൗത്ത് ആഫ്രിക്കൻസ് വരുമ്പോൾ ഇവിടെ സ്ത്രീ പുരുഷൻ അങ്ങനെ രണ്ടാന്ന് പറയുമ്പോൾ അവര് നമ്മൾ അബ്നോർമൽ ആണെന്നാ പറയുന്നത്. അതുപോലെ ഓരോ സൊസൈറ്റിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. അവര് 5 കാറ്റഗറീസ് ഉണ്ട്. മെൻ, വിമൻ, ട്രാൻസ്ജെൻഡേഴ്സ്, അതിൽ തന്നെ 2 ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അവരെ സംബന്ധിച്ച്. എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഓർക്കുമ്പോ പറയും. അങ്ങനെ ഓരോ അറിയും. ആ രീതിയിൽ ഓരോ സൊസൈറ്റിയും അവരുടെ കുറെ ബിലീഫ്സ്, അവരുടെ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, കസ്റ്റംസ് വെച്ചിട്ട് എല്ലാ സൊസൈറ്റിക്കും ഓരോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. ഈ സൊസൈറ്റിക്ക് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് ആൻഡ് കോർപ്പറേഷൻ, ലോക്കൽ അതോറിറ്റി ഏതാണോ, പഞ്ചായത്താണെങ്കിൽ അത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത്, കോർപ്പറേഷൻ ആണെങ്കിൽ അത്, ത്രൂ these local authorities all the society should get a standard of living. അതാണ് ആ സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്. അൺടച്ച്ഡ് എന്നൊരു വേർഡ് കാണാം. അപ്പൊ ചില ഇംഗ്ലീഷ് വേർഡ്സിന് കറക്റ്റ് ആ വേർഡ് മീനിങ് അല്ല നമ്മൾ നോക്കേണ്ടത്. ആ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വേർഡിന്റെ മീനിങ് കിട്ടും. ഇഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ സൊസൈറ്റി ഈസ് ഹൈ, ദ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഓഫ് ദ പീപ്പിൾ ക്യാൻ ബി അൺടച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സൊസൈറ്റിയിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഹൈ ആണെങ്കിൽ, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ഫുഡ് കിട്ടുന്നു, അവരുടെ വാട്ടർ സോഴ്സ് അത് നല്ല ക്ലീൻ വാട്ടർ സോഴ്സ് ആണ്, അവർക്ക് എല്ലാം അവിടെ അവൈലബിൾ ആണ്, എക്കണോമിക് ലെവൽ എല്ലാം ഓക്കെ ആണ്. നമ്മുടെ എന്താ പറയാ, ഇൻകം ലെവലിലുള്ളവർക്ക് വേണ്ടുന്ന ബെനിഫിറ്റ്സ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും. ലോ ഇൻകം വരുവാണെങ്കിൽ അവർക്ക് ഫുഡ് സപ്ലൈ ഒക്കെ അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ആ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഹൈ ആണെങ്കിൽ അവിടെ ഹെൽത്ത് ഹൈജീന്റെ വരുന്ന പ്രോബ്ലംസ് ആ ആളുകളെ അഫക്ട് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി അവർക്ക് എല്ലാം നല്ല കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നത്. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ ട്രീറ്റ്മെന്റ് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്, നല്ല ഫുഡ്, നല്ല വാട്ടർ. അപ്പോൾ സോ ദാറ്റ് മീൻസ് അവിടെയുള്ള ആളുകളെ ഹെൽത്തും ഹൈജീനും കൊണ്ടുവന്നാവുന്ന ഇഷ്യൂസ് അവരെ അഫക്ട് ചെയ്യുന്നില്ല. അതാണ് അൺടച്ച്ഡ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് അഫക്റ്റഡ് ബൈ ദി പ്രോബ്ലംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അവരെല്ലാവരും ഹെൽത്തിയുമായിരിക്കും, അവരുടെ എൻവയോൺമെന്റ് ഹൈജീനും ആയിരിക്കും. സോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതാണ് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത്. സോ ത്രൂ ലോക്കൽ അതോറിറ്റീസ്, ബൈ ദ സപ്പോർട്ട് ഓഫ്, ബൈ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഗവൺമെന്റ്, ദേ ആർ ഗെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇനി അഥവാ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആ ഒരു ഹയർ ലെവലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ടു മേക്ക് ദം, ടു പ്രൊവൈഡ് ദം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടോ? അത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം, നല്ല ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അവിടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് സപ്ലൈ, ആവശ്യത്തിനുള്ള വാട്ടർ സോഴ്സസ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും നല്ല രീതിയിൽ അവൈലബിൾ ആകുന്നു. നെക്സ്റ്റ് പോയിന്റ് ആരാ പറയുന്നത്, ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? യെസ്, ആരിഫ. രണ്ടുപേരും ഹാൻഡ് റൈസ് ചെയ്തു, അത് ഞാൻ പറയാൻ തുടങ്ങിയ CK ഖൈറുനിസ. ആരിഫ പോയിന്റ് അത് വായിക്കും. എക്സ്പ്ലനേഷൻ ആരാ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, മനീജ. Sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premises of the school is not clean, children cannot escape falling prey to disease. യെസ്, മനീജ പറയാലോ എക്സ്പ്ലനേഷൻ? യെസ് മാം.
If we can live in the city or village, there is very important of hygiene. Very almost important of hygiene in the city or village. If the city is very dirty, we are falling to all diseases. When children are catch up many diseases, they will never overcome the disease. So city is very hygiene in it we living. Yes, very good, correct. So sanitation and hygiene are very important. നമുക്കറിയാം കോവിഡ് സമയത്ത് എല്ലായിടത്തും സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആൻഡ് ഹൈജീൻ. അത് നടന്നില്ലെങ്കിൽ ചിൽഡ്രൻ വിൽ ബി ദ പ്രേ ടു ഡിസീസ്. അസുഖങ്ങളുടെ ഇരയാകുന്നു കുട്ടികൾ. പ്രേ മീൻസ് ഇര. സോ സിറ്റി ഈസ് ഡേർട്ടി ഓർ ദ പ്രിമിസ് ഓഫ് സ്കൂൾ, അതെല്ലാം ഡേർട്ടിയാണ്. സ്കൂള്, സിറ്റി എല്ലായിടവും ഡേർട്ടിയാണ്. ആ എൻവയോൺമെന്റ് മൊത്തം, സറൗണ്ടിങ്സ്, ആ ലിവിങ് സ്പേസ് മുഴുവനും ഡേർട്ടിയാണ്, അൺഹൈജീൻ ആണെങ്കിൽ എവ്രിബഡി വിൽ ബിക്കം ഇൽ അല്ലെ. സോ അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആര് വായിക്കും, ആര് എക്സ്പ്ലെയിൻ ചെയ്യും? ഞാൻ ഈ ലിസ്റ്റ് നോക്കി, നമുക്ക് സിസ്റ്റത്തിലല്ലേ ലിസ്റ്റ് നോക്കി ഓരോരുത്തരെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടൈം. യെസ്, ജസ്ന വായിക്കും. ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? കാണാൻ പറ്റണില്ല. റോമിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നാണോ പറഞ്ഞേ? അല്ല, ഇത് കാണാൻ മാം അതിന്റെ കാണുന്നില്ല ബാക്കിയുള്ള പോയിന്റ്സ്. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? യെസ്. ചേട്ടാ, അപ്പൊ ജസ്ന വായിക്കുന്നു. എക്സ്പ്ലനേഷൻ. ഓക്കെ, ജസ്ന വായിച്ചു. ആ സമയം ആരെങ്കിലും വരും. Food and cloth. Food and cloth. Food provided to children should be healthy, and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. ഞാൻ പറയുന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം. ക്ലോത്ത് നല്ല വൃത്തിയുള്ളതും നീറ്റ് ആയിട്ടുള്ളതും വേണം ധരിപ്പിച്ചു വിടാൻ, വസ്ത്രം ധരിപ്പിച്ചു വിടാൻ. പിന്നെ കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല അവർ ഹെൽത്തി ആയിട്ടായിരിക്കണം. പിന്നെ അവരുടെ വസ്ത്രം കൂടുതലായിട്ട് ടൈറ്റ് ആയിട്ടോ ലൂസായിട്ടോ ഇരിക്കാൻ പാടില്ല. So all the children should provided by healthy food, right? And they should get neat and clean clothes. Clothes എങ്ങനെ ആയിരിക്കരുത്? ടു ടൈറ്റ് ആയിരിക്കരുത്, ടു ലൂസ് ആയിരിക്കരുത് അല്ലെ. ക്ലിയർ ആയില്ലേ? ഹെൽത്തി ഫുഡ് വേണം, നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ് ആയിരിക്കണം. ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ് നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ബ്രീത്തബിൾ, ക്ലൈമറ്റിനനുസരിച്ച് അവർക്ക് ഡ്രസ് ആണെങ്കിൽ അത്രയും നല്ലത്. ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കണം. അത് ടു ടൈറ്റ് ആവരുത്, ടു ലൂസ് ആവരുത്. നെക്സ്റ്റ് പോയിന്റ് ആര് വായിക്കും, ആര് എക്സ്പ്ലെയിൻ ചെയ്യും? പാരന്റ്സ് വായിക്കാം. ആര് എക്സ്പ്ലെയിൻ ചെയ്യും? സഫിയ എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം മാം. സാബിക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഈ പോയിന്റ് പാരന്റ്സ് വായിക്കണം, സാബിക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് റഷീദ വായിക്കും, സഫിയ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പൊ പാരന്റ്സ് ആൻഡ് സാബിക്ക. നെക്സ്റ്റ് വൺ റഷീദ ആൻഡ് സഫിയ. Next point, house. The location and plan of the house have a good role in keeping the health of the people in good. Ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy condition. ഇതിൽ പറയുന്നത് നമ്മൾ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ വീട് അതിന്റെ പ്ലാനിങ്ങിലും എല്ലാത്തിലും നമ്മൾ കൺസ്ട്രക്ഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് വായു കയറുന്ന രീതിക്ക് റൂമുകൾ അറേഞ്ച് ചെയ്യുക. അതുപോലെ വീട് വെക്കുന്ന സ്ഥലം നല്ല പ്രോപ്പറായിട്ട് വായു സഞ്ചാരമുള്ള സ്ഥലമാണ് എന്നുള്ളതും, ക്ലീൻ ആണ് എന്നുള്ള അവിടുത്തെ അറ്റ്മോസ്ഫിയർ ക്ലീൻ ആണ് എന്നുള്ളതും, ചുറ്റുഭാഗങ്ങളിൽ വല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഫാക്ടറികളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ വേണം
എപ്പോഴും ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം, സൺലൈറ്റും നെസസറി ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളാവണം എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൂടുതൽ. അത് നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. നമ്മളൊരു വീട് എവിടെയെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയ, ലൊക്കേഷൻ, എവറിത്തിങ് ഷുഡ് ബി പ്രോപ്പർലി ചെക്ക്. പ്രോപ്പർലി ചെക്ക്. നല്ല പോലെ ചെക്ക് ചെയ്യണം. അതിന്റെ അടുത്തൂടെ എന്തെങ്കിലും വേസ്റ്റ് അങ്ങനെയുള്ള രീതികളോ എന്തെങ്കിലും എന്താ പറയാ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നതാണ്. പ്രോപ്പർ സൺലൈറ്റ്, പ്രോപ്പർ വെന്റിലേഷൻ. ശരിക്കും സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മളൊരു ഡെറ്റോൾ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അണുനാശിനി ഒക്കെ ആയിട്ട്. സൺലൈറ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അണുനാശിനിയാണെന്ന് തന്നെ പറയാം. പിന്നെ അറ്റ്മോസ്ഫിയർ എപ്പോഴും നീറ്റ് ആൻഡ് ഫ്രീ ആയിരിക്കണം ഫ്രം അൺഹെൽത്തി കണ്ടീഷൻസ്. ഫാക്ടറികളൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്നും ആളുകളെ പലപ്പോഴും ഒഴിപ്പിക്കാറുണ്ടല്ലോ. ഇത്ര ഒരു ഏരിയയിൽ, ഇത്ര ഒരു പെരിമീറ്ററിനകത്ത് വീടുകളൊന്നും പാടില്ല എന്നൊക്കെ പറയും, ഫാക്ടറീസ് ഒക്കെ ഉള്ളിടത്ത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇന്റീരിയർ. റഷീദ് അല്ലേ വായിക്കാന്ന് പറഞ്ഞേ? The interior should be kept neat and clean for the children to be free from unhealthy situations. Okay. സഫീക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇന്റീരിയർ എപ്പോഴും നല്ല ക്ലീന് ആൻഡ് നീറ്റ് ആയിരിക്കണം. കുട്ടികളുടെ നല്ല കണ്ടീഷന് വേണ്ടിയിട്ടാണ്, ഹെൽത്തി കണ്ടീഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ക്ലീൻ ആൻഡ് ഹൈജീൻ, നല്ല ഒരു നീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. യെസ്, ഇന്റീരിയർ നമ്മുടെ എല്ലാം പെടും. നമ്മളുടെ വീടിന്റെ നൂക്ക് ആൻഡ് കോർണർ, ഏത് മുക്കും മൂലയോ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റേഷനറീസ്, എന്ത് തന്നെയായാലും അത് വളരെ നീറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. ഡസ്റ്റ് ഫ്രീ ആക്കാൻ എപ്പോഴും നോക്കണം. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ഡസ്റ്റ് അലർജി ഉണ്ടാകാം. അതുമൂലം അവരുടെ റെസ്പിറേഷൻ, ശ്വാസം, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഡസ്റ്റ് അലർജീസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്റീരിയർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ. അതാണ് ഇന്റീരിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടിനകത്ത് എന്തെല്ലാം ഫർണിച്ചർ, സ്റ്റേഷനറീസ് എന്തെല്ലാമാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളും, അതായത് എവിടെയാണോ ആ ഒരു ഇൻഡിവിജ്വൽ, ഏത് സൊസൈറ്റിയിലാണോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ അതിനെല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. ഇന്ന് റോൾ പ്ലേക്ക് ആരെങ്കിലും റെഡിയാണ്? ഞാൻ റെഡിയാ മാം. ഓക്കെ, നമുക്ക് റോൾ പ്ലേയിലേക്ക് പോവാം. ഓക്കെ, വീഡിയോ ക്യാമറ ഓഫ് ആണ്, ക്യാമറ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് ഫൈൻ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. ഞാൻ എഴുതിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് കൂട്ടി എഴുതിയതാണ്, അത്ര അറിയും. പ്രോബ്ലം. ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോക്ടറും ഒന്ന് ഞാനും ഒന്ന് ഫാദർ ഇല്ലോയും. അപ്പം ചെറിയൊരു അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് പോയതാണ് കണ്ടന്റ്. Doctor, what happened to you? Me. Breathing problem, sir. Breathing barrier. Doctor, any person are smoking in your house? Me. Yes, my father-in-law is smoking. Doctor, your breathing problem is not changing because your father-in-law is smoking in your house. The father-in-law is stopped the smoking, then your breathing is good, and the doctor prescribe a note. Anyone is not smoking in this family. I came back my house and talking about the prescription of doctors and struggled. Father-in-law, I am stopped the smoking in my house. Me, thank you. So, father-in-law stopped smoking, right? Right. ഭയങ്കര പ്രശ്നം, ശ്വാസം അധികമായി പോയിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ ആരും വലിക്കാൻ പാടില്ലാന്ന്, പിന്നെ നിർത്തി. വീട്ടിൽ നിന്ന് കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമായി തീർന്നിരുന്നു. So we should appreciate that father, he had stopped the smoking. He just sacrificed. His entertainment was smoking, so he just stopped. അതുകൊണ്ട് എന്തുണ്ടായി, അദ്ദേഹത്തിന്റെ ഹെൽത്ത് നന്നായി, വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെയും ഹെൽത്ത് നന്നായി. സോ
അത്രയും ആ ഒരു വീട് ആ എൻവയോൺമെന്റ് തന്നെ ചേഞ്ച് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല അദ്ദേഹം പുറത്തു പോകുന്ന സൊസൈറ്റി അവിടെയും വ്യത്യാസം വന്നില്ലേ. ആ എൻവയോൺമെന്റിലും ആ സ്മോക്കിംഗ് കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാണും, അവിടെയും വ്യത്യാസങ്ങൾ വന്നു. സോ നല്ലൊരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തോ ശരണ്യ. ഓക്കെ, വീഡിയോ ഓൺ ആക്കണം. വീഡിയോ ഓൺ ആക്കണം. അപ്പോഴല്ലേ അതിന്റെ ഒരു ഞാനും എന്റെ ട്യൂഷൻ സ്റ്റുഡന്റും കൂടിയുള്ള ഒരു conversation. One day, my tuition student Nandu asked me about the merits and demerits of mobile phones. Nandu: Good evening, teacher. I: Good evening, dear. How are you? Nandu: I am fine, teacher. How are you? I am also fine, dear. Nandu: Teacher, can I ask a question? I: Of course. Nandu: Can you tell me about the merits and demerits of mobile phones? I: Sure. As a human being of the modern world, we can communicate with others by using a mobile at anywhere. It can also be used for other purposes. It is a major source of entertainment for new generation. It can be used for online payments, video calling, online classes, online jobs, and so many merits are also found. Nandu: Yes, teacher. I have used my mom's and father's mobile for watching YouTube and play games, but sometimes my parents disagree to give me mobile phone. Then I thought that why they disagree? Because mobile phones also have some demerits. It can create many diseases like cancer, high blood pressure, etc. Today, many people are addicted to the mobile. Somebody cannot stay without mobile even one day. And pregnant women should not use mobile because of its radiation. It is harmful to the fetus inside her. Nandu: Oh, really? I: Yes, dear. So you must use mobile only under the control of your parents. Nandu: Okay, teacher, you are right. Thank you for sharing this information. You are welcome, dear. സോ നന്ദു ഇപ്പോഴും ശരണ്യയുടെ സ്റ്റുഡന്റ് തന്നെയാണോ? ട്യൂഷൻ സ്റ്റുഡന്റ് ആണോ? നന്ദു ഫോളോ ചെയ്യുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നന്ദുവിന്റെ ഫ്രണ്ട്സിനോട് ഇതെല്ലാം ഷെയർ ചെയ്തോ? അറിയത്തില്ല, ചോദിച്ചു നോക്കണേ. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞല്ലോ. ഇനി വേറെ ആക്ടിവിറ്റീസ് ആരും റെഡി അല്ലല്ലോ? സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. എന്താ പറഞ്ഞേ? ഞാൻ ഒരു ആക്ഷൻ സോങ് ചെയ്യട്ടെ. ഓക്കെ, നസീമയും ലിൻറ്റയും അപ്പൊ ആക്ഷൻ സോങ്. സോഫി എന്തോ പറയാമെന്നല്ലോ, റോൾ പ്ലേ. റോൾ പ്ലേ ഉണ്ടോ? ഇവരുടെ രണ്ടുപേരുടെ ആക്ഷൻ സോങ് കഴിഞ്ഞിട്ട് നമുക്ക് റോൾ മതിയോ? ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നസീമയാണോ ഫസ്റ്റ്? സോ ആക്ഷൻ സോങ് ആരാന്ന് വെച്ചാ സ്റ്റാർട്ട് ചെയ്തു. ആക്ഷൻ സോങ് മാം അത് ചെറിയ കുട്ടികളോട് ചോദിക്കുക, അത് മതിയോ? Dear kids, where is my head? Look here, this is your head.
Dear kids, where is your face? Look here, this is your face. Dear kids, where is your nose? Look here, this is your nose. Dear kids, where is your nose? This here, this is your here. Sorry, Tom. പിന്നെ മാം ഞാൻ ചെയ്യട്ടെ? ഒരു മിനിറ്റ്, നസീം എന്തോ സ്റ്റക്ക് ആയി പോയിരുന്നു. ഓക്കെ, ലിൻഡ സ്റ്റാർട്ട് ചെയ്തു. നസീമയുടെ എന്തോ വീഡിയോ സ്റ്റക്ക് ആയിരിക്കും. ഓക്കെ മാം. Clap your hands, clap your hands, listen to the music, clap your hands. Jumbo feet, listen to the music, jumbo feet. Turn around, listen to the music, turn around. Jump up high, jump up high, listen to the music, jump up high. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. ലിൻഡയുടെ ബാക്കിൽ ആരോ വന്ന് ഓടി വന്ന് നോക്കി. നസീമ കംപ്ലീറ്റ് ആയിരുന്നോ? ഇടയ്ക്ക് സ്റ്റക്ക് ആയിരുന്നു. ഹലോ നസീമ, ഓക്കെ ആണോ? ഓക്കെ, സോഫിയ സ്റ്റാർട്ട് ചെയ്തു. Yes. Hello. Hi everyone. Here I am going to say about bad habits through a conversation of a mother and a son. Son, namely as Rohan. Mother: Rohan, you are eating chocolates again. This is not a good habit. Rohan: Ma, please tell me what are the good habits when chocolates are tasty. Why should not I eat? Mother: too much chocolates will lead to cavity and all your teeth and gums will be affected. Then you will have to visit the doctor. Rohan: oh no ma, I don't like doctors. Mother: then you have to be a good boy with good habits. Rohan: okay, please tell me about them. Mother: first point, eat healthy and no excessive sugar and no junk food. Second point, you should always clean your hands before taking food and clean your mouth after eating. Third point, before that, let me remind you that brushing your teeth twice in a day is also a very good habit. Fourth point, also you must keep yourself clean by cutting your nails weekly and by keeping your nose and ears clean. It is a part of personal hygiene. Fifth point, you must take bath every day and not allow the sweat and dirt to accumulate in your body in order to that. Rohan: thank you ma, I will follow everything you said and be a good boy. Thank you. ഓക്കെ, വെരി ഗുഡ്. മാം നാളെ ഞാൻ റോൾ പ്ലേ ചെയ്തോളാം. ഓക്കെ ലിൻഡ, ഓക്കെ ഫൈൻ. റിജു, ആ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ നോക്കി. ഈ ഇന്നത്തെ പോർഷൻസ് ഓക്കെ അല്ലേ? യെസ്, ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളും ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസും എല്ലാം ക്ലിയർ അല്ലേ? മാം, ആൽഫബറ്റ്സ് വെച്ചിട്ട് എഴുതാൻ പറഞ്ഞില്ലായിരുന്നു, അത് ഏത് ലെറ്റർ വരെ എഴുതാൻ പറഞ്ഞു? ഇപ്പൊ എം വരെയും പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എം വരെയും കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആൽഫബറ്റ്സിന്റെ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് നമ്മൾ എം വരെയും പറഞ്ഞത്. ഇന്നലെ കയറാത്തോണ്ട് അറിയില്ല. ഓക്കെ, എം വരെ ആയിട്ടുണ്ട്. അപ്പം
ഇന്നൊരു ദിവസം നമുക്ക് ആൽഫബറ്റ്സിന്റെ ആക്ടിവിറ്റി വേണ്ട. എം വരെ എല്ലാവരും ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ബാക്കിയുള്ള ലെറ്റേഴ്സ് പറയാം. അപ്പോ ഓക്കെ, നമുക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരാ ഒന്ന് നല്ല ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുന്നു? ആരെങ്കിലും മതി. The roles of school in health education. Schools have a vital role to play in developing health alternates among the children. The sense of hygiene or well-being should last in the whole life of the individual. School should assert on cleanliness and neatness along with a sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having. Keep personal hygiene by maintaining neatness and cleanliness. Regular toilet habits. Brushing teeth twice a day. Using the toilet properly. Washing oneself whenever necessary, especially after play, journey, etc. Also developing these habits, the school must take care in providing children with healthy, balanced food. Developing social habits of eating, drinking, using public places, etc. കണ്ടിന്യൂ ചെയ്തോ ആൽഫ. Various agencies for improving health education are books, charts and posters showing proper hygiene situation, chart including the rules of healthy living, feature filling, radio programs, etc. When it comes to the level of the small children, they learn many things by role modeling. So teachers and other adults who collaborate with them can show good health habits in school, particularly in usage of toilets, washing hands before eating something, etc. ഓക്കെ, നാളെ നമ്മൾ ഈ ഒരു സെഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോ ജസ്റ്റ് നമ്മളത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകും ഇതിനകത്ത്. പിന്നെ വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ബുക്സ്, ചില ബുക്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബുക്കിൽ ചിലപ്പോൾ ചില സ്റ്റോറീസിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാം, ഹൈജീൻ സിറ്റുവേഷൻസ് എല്ലാം കാണിച്ച്. കോവിഡ് സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ്, ഇഷ്ടംപോലെ ചാർട്ട്, ഈവൻ ഫോണിൽ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആ മെസ്സേജ് ആയിരുന്നു. ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്. പിന്നെ ഫീച്ചർ ഫിലിം, ചില ഡോക്യുമെന്ററീസ്, ചില മൂവീസ്. ഞാനൊരു മൂവി കണ്ടിരുന്നു, എനിക്ക് അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അവാർഡ് വിന്നിങ് മൂവി ആയിരുന്നു. അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലം ഏരിയയില് ജീവിക്കുന്ന ഒരു സൊസൈറ്റി. അവർക്ക് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അപ്പൊ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്താ. അപ്പൊ ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് ഇവർ ആ ടോയ്ലറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പോകുന്നത്. ഈവൻ വലിയ സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ ഒരു കുട്ടിയും അതിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു പോയതാ. ഈ കുട്ടിയുടെ അമ്മ കാണാനൊക്കെ നല്ലൊരു സ്ത്രീയാണ്, യങ് ആണ്. ഇവര് രാത്രി അവർക്ക് ടോയ്ലറ്റിൽ പോകണം. അവരങ്ങനെ ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി ഒരാള് ഇവരെ ഫോഴ്സ്ഫുള്ളി അവരെ മൊളസ്റ്റ് ചെയ്യുവാണ്, അവരെ റേപ്പ് ചെയ്യുവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയി. അപ്പൊ അതിന്റെ ഒരു ട്രോമ അവർക്ക് വന്നു. പക്ഷെ അവരുടെ മോന് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. മോൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, രാത്രി അമ്മ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി, അമ്മ പേടിച്ചുപോയി. കുട്ടി എന്നിട്ട് ഒരു ലെറ്റർ എഴുതി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോവുക. പ്രധാനമന്ത്രിക്ക് ആ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്റെ പ്രധാനമന്ത്രിയോട് ചോദിക്കുവാണ്, പ്രധാനമന്ത്രിക്കും അമ്മയില്ലേ, അമ്മയ്ക്കും ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരില്ലേ, അപ്പൊ പേടിക്കാതെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലൊരു ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുവാണ് ഈ മോൻ. അങ്ങനെ ആ കത്തുമായിട്ട് ട്രെയിനിൽ കയറി ഡൽഹിക്ക് പോവുകയാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കാനായിട്ട്. പ്രധാനമന്ത്രിയെ നേരി കാണാനൊന്നും പറ്റില്ല. പക്ഷെ പ്രധാനമന്ത്രിയുടെ PA അടുത്ത് ഇവരെ കയറ്റിവിടില്ല. കുട്ടികൾ മാത്രല്ലേ, അവരുടെ ഡ്രസ്സിങ് ഒന്നും കണ്ടിട്ട് കയറ്റിവിടില്ല. അപ്പം PA കാണുന്നു കുട്ടികൾ ഗേറ്റിന്റെ അവിടെ വന്ന് സെക്യൂരിറ്റി ആയിട്ട് വഴക്കുണ്ടാക്കുന്നത്. PA അവരെ വിളിക്കും,
എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു, പ്രധാനമന്ത്രിയെ കാണാനാ. അപ്പൊ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ലെറ്റർ കൊടുക്കും. അങ്ങനെ ഇതിനു മുമ്പ് തന്നെ ഇവർ അവരുടെ കോർപ്പറേഷനിലോ അവിടെ ചെന്ന് അവിടുത്തെ അതോറിറ്റീസിനോട് പറയും ടോയ്ലറ്റ് വേണമെന്ന് പറയും. അവര് കുട്ടികളാണെന്നുള്ള രീതിയിൽ അവർ അവിടെ നിന്ന് ഓടിച്ചു വിടും. അങ്ങനെ പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്ന് ആ കോർപ്പറേഷനിലേക്ക് ഒഫീഷ്യലി ലെറ്റർ വരുവാണ് അവരുടെ ആ സൊസൈറ്റിയിൽ ടോയ്ലറ്റ് പണിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ സൊസൈറ്റിയിൽ കുറെ ടോയ്ലറ്റ് പണിയുന്നതാണ് ലാസ്റ്റ് സീൻ, ക്ലൈമാക്സ് സീൻ. അങ്ങനെ ഒരു മൂവി ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള മൂവീസ് ഒക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നോക്കാം. ഞാൻ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള ഇത് അതിന്റെ റേഡിയോയിലൂടെ കുറെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. ഇതാണ് കൊച്ചു കുട്ടികളാവുമ്പോൾ അവര് പലപ്പോഴും അവർക്ക് ചില റോൾ മോഡൽസ്, ചിലപ്പോൾ ടീച്ചേഴ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ ബ്രദർ സിസ്റ്റർ അവരെ നോക്കും. അങ്ങനെ അവരെന്താണോ ചെയ്യുന്നത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൊച്ചു കുട്ടികളിൽ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ മോള് LKG പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിംഗ് തുടങ്ങുന്ന അതാണല്ലോ. അതിന് മുമ്പ് അംഗൻവാടിയിലൊക്കെ പോയിട്ടുണ്ട്. LKG പോയപ്പം അവളെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ സംസാരിക്കുമ്പോൾ ഇവരുടെ ചുണ്ട് ഒരു സൈഡിലേക്ക് കോടി പോവുമായിരുന്നു. അവള് ആദ്യമായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുന്ന ഒരു പ്രായമാണല്ലോ. അവള് വിചാരിച്ചു സംസാരിക്കേണ്ടത് അങ്ങനെയാണ്. അവളും ആ സൈഡിലേക്ക് ചുണ്ടങ്ങ് മാറ്റി വെച്ച് സംസാരിക്കുന്നു. അതിൽ നിന്നും മാറ്റിയെടുക്കാൻ ഞാൻ കുറെ പണിപ്പെട്ടു. കുട്ടിക്കറിയില്ല, ടീച്ചറുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് അങ്ങനെയായിരുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകും. അപ്പൊ കുട്ടി വിചാരിച്ചു സംസാരിക്കേണ്ട രീതി അതാണ്. കുട്ടികൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഒരു റോൾ മോഡൽ ആക്കാനായിട്ട് നോക്കും. അപ്പൊ അതുകൊണ്ട് കൊച്ചു കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവര് പലപ്പോഴും പലതും പഠിക്കുന്നത് ഇതുപോലെ ഓരോന്ന് കണ്ടിട്ടാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ വലിയൊരു ലെക്ചർ ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഫോമിലേക്ക് മാറ്റി എടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒന്ന് പറയാമോ മാം? ഓക്കെ, പറയാലോ. വൈകി കയറിയതുകൊണ്ടേ കേട്ടു. ഓക്കെ, മനസ്സിലായി. ശരണ്യ എന്താ പറഞ്ഞേ? ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ആക്ടിവിറ്റി? 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് സംസാരിക്കണം, അതൊക്കെ അല്ലേ? അതാണോ? അതെ. തന്നെ പറയുന്ന എല്ലാം ഒരേ ഡെഫിനിഷൻ, ഒരേ ഇത് തന്നെ, ഒരേ നിർവചനം തന്നെ. അത് എത്രത്തോളം നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ കഴിവ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരേ പോയിന്റ് ഓഫ് വ്യൂവിലാന്ന് നമുക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ അവയർനെസ് സെഷൻസ്? യെസ് നസീമ. മാം, ഞാനൊരു ആക്ഷൻ സോങ് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒരേ കോള് വന്നുകൊണ്ടിരിക്കുക. ഞാനൊരു വാർഡ് മെമ്പറും കൂടെയാണ്. അപ്പൊ എനിക്ക് വെള്ളമില്ലാത്തതിന്റെ ഒരു പ്രശ്നത്തിന്റെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കട്ട് ചെയ്തപ്പോ ആകെ മൊത്തത്തില് പ്രശ്നമായി. പക്ഷെ ഇപ്പൊ ക്ലിയർ ആയിട്ടോ? മറ്റേത് നമുക്ക് നസീമ സംസാരിക്കുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യണം, ഞങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നസീമ മ്യൂട്ട് ചെയ്യണം, അങ്ങനത്തെ പ്രശ്നം. അത് ക്ലിയർ ആയി. ഇപ്പൊ ആ പ്രശ്നം മാറിയല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലായിരുന്നോ യൂസ് ചെയ്തിരുന്നേ? അല്ലല്ല, ഞാൻ ഇങ്ങനെ തന്നെ സംസാരിച്ചു, ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ പ്രോബ്ലം ഇല്ല. എന്തായാലും അത് ക്ലിയർ ആയി. കോള് വന്നാൽ നന്നായി. ഇതെന്താന്ന് പറയാ, വേറെ ഫോണിലേക്ക് നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും. പ്രോബ്ലം സോൾവ് ചെയ്തോ? പ്രോബ്ലം സോൾവ് ചെയ്ത് വിളിച്ചു. അപ്പൊ നമ്മള് മെമ്പർ ആവുന്നോണ്ട് നമുക്ക് കോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ മെമ്പർക്ക് ഞാനൊരു പണി തരുവാ. മോനിഷ ഒരു കാര്യം ചോദിച്ചു, ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റി എന്താണ് പറയൂ, പറഞ്ഞു കൊടുക്കാൻ. ചോദിച്ചോളൂ. മോനിഷ ഇതിന് ലേറ്റ് ആയിട്ടാ കയറി. അപ്പൊ ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ഒന്ന് നമ്മൾ പറഞ്ഞത് പിന്നെ ഹെൽത്ത് ആയിട്ടുള്ളല്ലേ, വ്യക്തികളുടെ അഭിപ്രായങ്ങള്, ഹെൽത്ത് ഇൽനെസ്, രോഗം ഉള്ള ആളുകളുടെയും ഹെൽത്തി ആയിട്ടുള്ളവരുടെയും അവരുടെ പോയിട്ട് കൺസൾട്ട്, അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണെന്നുള്ള ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള കാരണങ്ങളും, പിന്നെ ഇൽനെസ് ആയിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങള്, അതല്ലേ? അതായത് മോനിഷ, 2 കാറ്റഗറിയിലെ ആൾക്കാരുണ്ടല്ലോ. ഒരു വിഭാഗം നല്ല ഹെൽത്തി ആയിരിക്കും, ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൽനെസ്, അസുഖമായിരിക്കും അവർക്ക്. ഈ 2 പേരും നമ്മളുടെ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും കാണും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ 2 വിഭാഗങ്ങളിലും പെട്ട ആളുകളെ. അവരോട് കാഷ്വലി സംസാരിച്ച്, നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന പോലെയോ സർവേക്ക് പോകുന്ന പോലെയോ പോകരുത്. കാഷ്വലി നമ്മളിങ്ങനെ അവരോട് സുഖവിവരങ്ങളൊക്കെ ചോദിക്കില്ലേ, ആ ഒരു രീതി. അപ്പൊ നമുക്ക് കാഷ്വലി സംസാരിക്കാൻ പറ്റുന്ന ബന്ധമായിരിക്കണം കേട്ടോ അവരുമായിട്ട്. കാഷ്വലി സംസാരിച്ച് ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ
ലൈഫ് സ്റ്റൈൽ അത് മനസ്സിലാക്കിയെടുക്കുക. ഇൽനെസ് ആവുന്ന ആളുകൾ അവരെങ്ങനെയാണ് വെച്ചാൽ ഞാൻ പ്രോംപ്റ്റ് തരാം. ഫുഡ് ഹാബിറ്റ്സ് രണ്ടുപേരിലും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു ഗ്രൂപ്പ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതും ഒരു ഗ്രൂപ്പിന് ഇൽനെസ്സും വരുന്നത്. ഹൈജീൻ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. പിന്നെ അടുത്തത് നമ്മൾ ചൈൽഡ്ഹുഡില് നമ്മുടെ പേരൻസ് ആൻഡ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് തന്നിട്ടുള്ള അഡ്വൈസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ കൊച്ചു കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ ഹെൽത്തി ആയിട്ടിരിക്കാനും എങ്ങനത്തെ ഫുഡ് ഹാബിറ്റ്സ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതേ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോ നമുക്കും കിട്ടിയിട്ടുണ്ടാവില്ലേ? അതൊന്ന് റീകളക്ട് ചെയ്ത് നോട്ട് ചെയ്യാൻ. ക്ലിയർ ആയോ? മാം, എന്റെ പോയം എങ്ങനെ ഉണ്ടായിരുന്നു? റൈംസ്, ആക്ഷൻ സോങ് അത് നന്നായിട്ടുണ്ടായിരുന്നോ? അത് നന്നായിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ കൊച്ചു കുട്ടികളോട് ചോദിക്കില്ലേ, നിന്റെ കണ്ണെവിടെയാ, നിന്റെ മൂക്ക് എവിടെയാ? അതല്ലേ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അപ്പോഴേക്കാണ് ഡിസ്റ്റർബ്ഡ് ആയി. അത് കണ്ടിന്യൂ തന്നെയാണ്, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അത് ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെയോ ഏതെങ്കിലും ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളവർ അവരുടെ ആക്ടിവിറ്റി കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, Thank ma'am. you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.